വണക്കം വന്ദനം നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 4 തീയതി ഫെബ്രുവരി മാസം 2026 ബുധനാഴ്ച രാവിലെ 7:40 ആകാൻ പോവുകയാണ്. നമ്മൾ എപ്പോഴും പോയിന്റ് ഓഫ് കൺട്രോൾ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പും. ഒറ്റ സ്ട്രാറ്റജി, ഒറ്റ ട്രേഡ്, ഇതാണ് നമ്മുടെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്, കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂണീക്കായിട്ട് മാർക്കറ്റിൽ നമ്മൾ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. പോയിന്റ് ഓഫ് കൺട്രോൾ എന്താണ് എന്നുള്ളത് വളരെ സിമ്പിളാണ്. ഒരു പ്രൈസ് ലെവല്, അതായത് നമ്മൾ പറയുന്ന ഒരു പ്രൈസ് ലെവല് പ്രീമിയം, അത് ഒരു സ്ട്രൈക്കിൽ അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുകയോ അവിടെ നിന്ന് റെസിസ്റ്റൻ്റ് എടുക്കുകയോ ചെയ്യണം. അതാണ് ആ പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ ആ പ്രൈസ് ലെവൽ. ഇത് വരാത്ത ദിവസം നമ്മൾ ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. അത് ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ, ഒരു 10 ട്രേഡിംഗ് ഡേയിൽ ഒരു 8 ട്രേഡിംഗ് ഡേ അങ്ങനെ നടക്കും. അതായത് നമ്മൾ പറയുന്ന പോയിന്റ് ഓഫ് കൺട്രോൾ, ഫോർ എക്സാമ്പിൾ ഇന്ന് 190 രൂപയാണ് പോയിന്റ് ഓഫ് കൺട്രോൾ. 25,800 എന്ന് വെച്ചോളൂ, 25,800 എന്ന് വെച്ചോളൂ എക്സാമ്പിളിന്. ഈ 25,800 എന്ന് പറയുന്ന സ്ട്രൈക്കിന്റെ CE 190 നിന്ന് റെസിസ്റ്റന്റ് എടുക്കുന്നുണ്ടോ? അതേ സ്ട്രൈക്കിന്റെ 25,800ന്റെ PE 190 സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. അത് എപ്പോൾ നോക്കണം, എങ്ങനെ നോക്കണം, അത് ഏത് ടൈം ഫ്രെയിമിൽ നോക്കണം, ഇതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. അതും സ്പൂൺ ഫീഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് പ്രയാസമുണ്ട്. കാര്യത്തിൽ അതും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രേഡിങ്ങിൽ വന്നിട്ട് കാര്യമില്ല. അതേപോലെ ബഡ്ജറ്റ് ഡേയിൽ നമ്മുടെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് നമ്മൾ വാട്സാപ്പിൽ, നമ്മുടെ ഒരു കൂട്ടായ്മയാണ്, ഫ്രണ്ട് സർക്കിളിൻ്റെ. അപ്പോൾ അതിനകത്ത് ബിഗ് ഗ്രീൻ ക്യാൻഡിൽ എന്ന് ഇട്ടിരുന്നു. അന്ന് റെഡ് ക്യാൻഡിൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇന്നലത്തെ സംഭവം ആ ഗ്യാപ്പ് അപ്പ് ആരും പ്രതീക്ഷിക്കാത്തൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ ഓൺലി ഈ പ്രൈസും കാര്യങ്ങളും ഇതിനകത്തുള്ള ഓപ്ഷൻ ചെയിനകത്തുള്ള ന്യൂവാൻസസും കാൽക്കുലേഷനും മാർക്കറ്റ് പ്രൊഫൈലിലുള്ള കാൽക്കുലേഷനും ന്യൂവാൻസസും ഇൻഫർമേഷനും ബേസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടറിയാം, ലാസ്റ്റ് വീക്കിൻ്റെ വീക്ക്ലി ലോ അല്ലെങ്കിൽ വീക്ക്ലി സപ്പോർട്ട് 24,810 നമ്മൾ ഇട്ടിരുന്നത്. അത് എക്സാക്ട്ലി 24,810 അവിടെ സപ്പോർട്ട് എടുത്താണ് ഇത്രയും മുകളിൽ വന്ന് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ കാര്യത്തിലോട്ട് പോവാം. നിഫ്റ്റി ഫ്യൂച്ചറാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. നിഫ്റ്റി ഫ്യൂച്ചറിന്റെ കണ്ടിന്യൂവേഷൻ ചാർട്ടാണിത്. കണ്ടോ, ഇതാണ് ലെവൽ. ഈ ലെവൽ നിങ്ങൾ നോക്കിക്കോളൂ. നമ്മൾ പോയിന്റ് ഓഫ് കൺട്രോൾ പറഞ്ഞു, ഇതാണ് ലെവല് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് നിഫ്റ്റി ഫ്യൂച്ചറിൽ. അതേസമയം നമുക്ക് 850 പുട്ട് 190 190 165 എവിടെയോ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമുക്ക് ഇന്ന് വാച്ച് ചെയ്യാം. 25,850, അതല്ല 25,900 പുട്ട്, അതേ ലെവലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. 190 165 ഏകദേശം ഇതായിരിക്കും സപ്പോർട്ട് എടുക്കാനുള്ള ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു സ്ഥലം. ഇത് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തതിനു ശേഷം നിങ്ങളുടെ വിലയേറിയ കമന്റ് ബോക്സുകൾ യൂട്യൂബ് ചാനലിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് കാണുന്നവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നിങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. വീണ്ടും ഒരു വീഡിയോ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.